ലൈവില് അനീഷും ഷാനവാസും തമ്മിലുള്ള വാക്കുതർക്കങ്ങളാണ് കേട്ടോ. വഴക്കൊന്നുമല്ല, വാക്കുതർക്കങ്ങൾ. പല സംശയങ്ങളും ഷാനവാസിൻ്റെ മനസ്സിലുണ്ട് അനീഷിനെ കുറിച്ച്. തൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ്, പക്ഷേ 60% മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. ഒരു 40% ഇപ്പോഴും ഒരു ചെറിയൊരു സംശയമുണ്ട്. അത് അനീഷിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതങ്ങനെയായിരിക്കും. ബിഗ് ബോസ് വീട്ടിലെ സൗഹൃദങ്ങളൊന്നും 100% സൗഹൃദങ്ങളായിരിക്കില്ല. പുറത്തിറങ്ങിയതിന് ശേഷമാണല്ലോ ആ സൗഹൃദം പിന്നീട് വളർന്ന് പന്തലിച്ച് മറ്റൊരു തലത്തിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഷാനവാസിനുള്ള ചെറിയൊരു സംശയങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ആരെയാണ് ആദ്യം വിളിക്കുക എന്നുള്ളത്. അതിൽ അനീഷ് പറഞ്ഞത്, ഞാൻ എൻ്റെ അനിയനാണ് വിളിക്കുക, അവനോട് ചോദിക്കും നാട്ടിലേക്ക് വരാൻ പറ്റുമോ, എനിക്ക് പേടിയാകുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വാക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് കേട്ടോ ഇപ്പോൾ വാക്ക് തർക്കത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അന്നേ ഷാനവാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ പേടിക്കുന്നതെന്ന്. അതിന് വ്യക്തമായ മറുപടി അനീഷ് കൊടുത്തിരുന്നില്ല. ഇന്നലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനും കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അതിന് സംസാരിച്ചപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് എത്തിയപ്പോൾ അതിന് മാത്രം അനീഷ് ഒരു വ്യക്തമായ മറുപടി കൊടുക്കുന്നില്ല. അനീഷിനെ സംബന്ധിച്ച് കോണ്ടന്റ് എന്ന് പറയുന്നത് അനീഷിന് ഇഷ്ടമല്ല, വാക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. അനീഷ് കോണ്ടന്റ് ഉണ്ടാക്കും. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പുള്ളി എടുക്കും. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇഷ്ടമല്ല, പക്ഷേ സ്ട്രാറ്റജി എടുക്കും. ഗെയിം എന്ന് പറയുന്നത് ഇഷ്ടമല്ല, പക്ഷേ അനീഷ് ഗെയിം കളിക്കും. അനീഷ് ജീവിക്കാൻ വന്നതാണെന്നാണ് അനീഷ് പറയുന്നത്. എന്നാൽ ഷാനവാസ് പറയുന്നത്, ലാലേട്ടൻ വരെ പറയുന്നുണ്ട് ഇത് ഗെയിമാണ്, ഗെയിം ഷോ ആണെന്ന്. പിന്നെ നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞാൻ ജീവിക്കാൻ വന്നതാണെന്ന് പറയുന്നത്? എന്നെ സംബന്ധിച്ച് ഞാനൊന്ന് പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കളെയോ എൻ്റെ കുടുംബാംഗങ്ങളെയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നീ എന്തുകൊണ്ട് പുറത്തിറങ്ങാൻ പേടിക്കുന്നു, നീ പോകണ്ടെന്ന് പറയുന്നു, നീ പേടിക്കുന്നു എന്നുള്ളത് ഇത് പറ്റിയെന്ന് അറിയില്ല. അനീഷ് ഇങ്ങനെ പതിർന്നതൊക്കെ ആദ്യമായിട്ടാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. അതായത് അനുമോളോട് പ്രപ്പോസ് ചെയ്തതിന് ശേഷം എന്തൊക്കെയോ അനീഷിൻ്റെ കയ്യിൽ നിന്ന് പോയ പോലെ ഒരു പേടി തട്ടുകയോ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം അതിന് മുമ്പ് ഉണ്ടായതാണ്. അപ്പോൾ ഷാനവാസ് അതിനെ പിടിച്ച് ആ ഒരു സംഭവം പുറത്തെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർ ഗെയിം കളിക്കേണ്ട ഒരു ടൈമാണ്, ഫൈനലിസ്റ്റ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം കൊണ്ട് നടക്കാനല്ല നോക്കുക. ഒരാളെ വെട്ടി വീഴ്ത്തിട്ടാണെങ്കിലും മുന്നിലെത്തണം. ഇനിയുള്ള ദിവസങ്ങളിൽ അത് തന്നെ പറ്റുള്ളൂ. അത് തന്നെയാണ് ഷാനവാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എവിടേക്കോ വഴി പതറി നിൽക്കുക എന്ന പോലെയാണ് കേട്ടോ അനീഷ് നിൽക്കുന്നത്. ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും മനസ്സിലാക്കാം. അപ്പുറത്താണെങ്കിലോ ആ ശൈത്യം ശാരികയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. ഇവരെന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ഇവരെ സംബന്ധിച്ച് കളിയും കഴിഞ്ഞു, കാര്യമൊന്നും നടക്കാണ്ട് പോയവരാണ്. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങിയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ പോലെ ഇവിടെ വന്നിട്ട് ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് എന്തിനാ ശ്രമിക്കുന്നതെന്ന് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കിടന്ന് കഷ്ടപ്പെടുകയാണ് കേട്ടോ. പക്ഷെ ഇവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു, ഈ 7 മത്സരാർത്ഥികളുടെ മാത്രമേ ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ളത്. അവരൊന്നും പറയാതിരിക്കുമ്പോൾ ഒരു പക്ഷേ ഇവരുടെ എവിടെയെങ്കിലും കാണിച്ചെന്ന് വരാം, അത്രേ ഉള്ളൂ. ഇവരൊക്കെ തുടക്കത്തിൽ ഇതേപോലെ കളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത്രയൊക്കെ വായിൽ നാക്കൊക്കെ ഉള്ളവരായിരുന്നോ ഇപ്പോൾ ആ സമയത്ത് മിണ്ടാപ്പൂച്ച പോലെ എന്നല്ലെങ്കിൽ കുടുംബിനി പോലെ, കുടുംബസ്ത്രീ പോലെയൊക്കെ അടങ്ങി ഒതുങ്ങി അടുക്കളയിൽ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ശരിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, ശരി അത്യാവശ്യം അന്നും വെറുപ്പിക്കലുണ്ടായിരുന്നു, ഇന്നും ആ വെറുപ്പിക്കലിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല. അനീഷിന് എന്ത് പറ്റി, അനീഷ് എന്താണ് ഒന്നും മറുപടിയൊന്നും ഷാനവാസിന് കൊടുക്കാത്തത്? കുറേ നേരം കഴിഞ്ഞിട്ട് ആലോചിച്ച് പിന്നെ ഒരു മറുപടി അനീഷ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്. അതൊരു പക്ഷേ പ്രേക്ഷകർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കുടുംബം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ ഞാനൊരു മുരടനായിരുന്നു എന്നൊക്കെ. അതൊരു പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് ഓർത്തിട്ടാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വ്യക്തതയില്ലാത്തൊരു മറുപടി ഒരു പക്ഷേ ആദ്യമായിട്ടാണ് അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് കേട്ടോ. എന്തോ അപ്പോൾ അനീഷ് ഗെയിം കളിക്കുമായിരുന്നു. അനീഷിന് അഭിമാനത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത്, ഞാൻ ഗെയിം കളിക്കുമായിരുന്നു. എന്താ കുഴപ്പം? അതൊക്കെ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പ്രേക്ഷകർക്ക് അറിയാം ഗെയിം കളിക്കാനാണ് വന്നത്, ഇതൊക്കെ സ്ട്രാറ്റജിയാണ്. സ്റ്റാർട്ടിങ് മുതൽ തുടക്കം വന്നപ്പോൾ മുതൽ എന്താണ് അനീഷ് എല്ലാവരും അകന്ന് മാറി നിന്നത് മുതൽ തുടങ്ങി ഗെയിം. അനീഷിനെ സംബന്ധിച്ച് അനീഷ് നല്ലൊരു ഗെയിമറാണ്. അനീഷിന് അഭിമാനത്തോടു കൂടി പറയാം ഞാൻ ഗെയിം കളിച്ചാണെന്ന്. പക്ഷെ അതൊന്നും പറയാതെ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്ന അനീഷിനെയാണ് കേട്ടോ കണ്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന്, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.